സ്റ്റാമിന അല്ല, ഞാൻ വേറൊന്നല്ല, പരമശിവത്തിന്റെ സ്ഥലത്ത് കേസ് അടിസക്ക ഇത് വീണ്ടും പാട്ടുകളായിട്ട്. അപ്പൊ ഇപ്പൊ ഓണായി വന്നതാ, അല്ലെങ്കിൽ അതിപ്പോ ഓഫാവും. അല്ല വേറൊന്നല്ല, ഇപ്പൊ ഓണായില്ലാന്നുണ്ടെങ്കിൽ അവിടെ എക്സാമിന് എത്തുമ്പോ നല്ല കോമഡി ആയിരിക്കും. കോമഡി ആയിട്ടില്ല. എന്നിട്ടാ ഓണായില്ലെങ്കിൽ നാളെ വിഷു. അപ്പൊ അപ്പന്റെ ഡയലോഗാണ് ഞാൻ മരിക്കണോന്നൊക്കെ ഓടിട്ടിട്ട് ഞാൻ മരിക്കും. വേറെ സൊല്ലാം, ഇത് ഒന്നും കൂടെ വേണ്ടി വരും. ഒന്നുകൂടെ ഇതാണോ തമിഴെന്ന് പറഞ്ഞ എന്നെ കൂടി നാളെ വേണ്ടി. Hey guys, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കണം കേട്ടോ. ഞാൻ ഇന്നാണ് അപ്പൂസിനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകേണ്ട ദിവസം. അവൻ്റെ എൻട്രൻസ് എഴുതാനായിട്ട്, BSCയുടെ എൻട്രൻസ് എഴുതാനായിട്ട് കൊണ്ടുപോകേണ്ട ദിവസം BSC. അപ്പോൾ ഞാനും അപ്പൂസും മാത്രമേ പോകണുള്ളൂ, വേറെ ആരും പോകുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ ആദ്യം കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞാൻ അപ്പൂസ് വേഗം പോയിട്ട് വേഗം വരും. അപ്പോൾ കാലത്തെ എണീറ്റ് എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ചാർലി ചിമ്പുവിനൊക്കെ ഇറക്കി നടത്തിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അപ്പൂസ് അവിടെ ഡ്രസ്സ് മാറുന്നുണ്ട്. ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അതിന് ഡ്രസ്സൊക്കെ മാറി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി ആദ്യം കാണാണ്ട് വിടന്ന് എന്നിട്ട് വിടണം. ചാലും അല്ലപ്പാ ഈ ചിമ്പുനെ കൊണ്ടുവരണം മോളിൽ നിന്ന്. ചിമ്പുനെ ഒന്ന് നടത്തിക്കണം. ചിമ്പ് കിടന്നിട്ട് ഓളിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പം അവിടെ നിൽക്കുന്നുണ്ട്. പൊന്നും എല്ലാ സാധനങ്ങളും സെറ്റാക്കി തന്ന് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എണീക്കാണ്ട് ഉള്ള സമയത്ത് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആദ്യം എണീറ്റു, പെട്ടെന്ന് തന്നെ ആദ്യം എണീറ്റു. അപ്പോൾ നമ്മുടെ ചിമ്പപ്പനും കൂടി ഇറക്കിയിട്ടുണ്ട് നടത്തിക്കാനായിട്ട്. യോ ഗായ്സ് അപ്പൊ ഞങ്ങളത് ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഇപ്പൊ പാലക്കാട് മറ്റേ ഇവിടെയൊക്കെ എത്താറായിട്ടുണ്ട്. ടോൾ പ്ലാസ. അതെ, ഞങ്ങളുടെ കൺമുമ്പിലുണ്ട് ഗൈസ്. അതെ. അപ്പൊ ആദീസും ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആദീസും പൊന്നൊന്നുമില്ല, ഞാനും അപ്പു മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാ. അപ്പൊ അപ്പുതായോടെ ഇരുന്നിട്ട് ഇപ്പൊ മൊബൈലില് അല്ല കാറിലിരുന്നിട്ട് ഫ്ലോറൻസ് നൈറ്റിംഗിനെ കുറിച്ച് ചെറിയൊരു സ്റ്റഡി നടത്താണ് ഗൈസ്. അതെ, കാരണം എക്സാം എഴുതണ്ടായി. ഞാൻ GNM-ന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാമർ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ജനറൽ നോളജ് ഉണ്ടാവും. പിന്നെ നഴ്സിംഗിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ, നഴ്സിംഗ് ഫേമസ് ആക്കിയ ഒരാളാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അപ്പൊ അവരോട് എന്തായാലും ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക, വെറുതെ നോക്കി വെക്കുക, അവിടെ ചെല്ലാം എഴുതുക. അവിടുന്ന് അപ്പൊ തന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് തിരിക്കും. കൂൾ. അപ്പൊ ഞാനപ്പം ആദ്യമായിട്ട് ഇത്രയും ലോങ് ആയിട്ട് ഇങ്ങനെ പോണേ. അപ്പൊ ഇനി ഇവിടെ നിന്നുണ്ട് 45 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി അതിന് തിങ്കളാഴ്ച കാരണം റോഡിലും തിരക്കുണ്ട്. ഇനി അങ്ങടെ എത്തുമ്പോ അവിടെ കോയമ്പത്തൂർ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവും തോന്നുന്നു. അപ്പൊ അതിന് വണ്ടി എടുത്തു. ഇനി അവിടെ ടോള് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ടോളിനെ മാത്രമായിട്ട് ഇപ്പൊ ഒരു ലോഡ്
എല്ലായിടത്തും ഓരോരോ സ്ഥലങ്ങളിൽ ടോള്. ഇയാളെ അക്രമ ടോളാ മറ്റേ സ്ഥലത്ത്. എവിടെ നമ്മള് ഏതൊരു വഴി കൂടെ വന്നപ്പോ ഒരു ടോള് കഴിഞ്ഞ അടുത്ത ടോള്, അടുത്ത ടോള് കഴിഞ്ഞ അടുത്ത 40 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ വരണല്ലോ. ആ പോരെ. ഹിമഗിരി നിലകൾ നല്ല രസമല്ലേ കാണാൻ. അങ്ങനത്തെ ഒരു പാറയും സംഭവങ്ങളൊക്കെ ഉണ്ട് കൈസ്. പാടും പാറയും. അതിന് അവിടെ ചിലപ്പോ അപ്പന്റെ കൂടെ പരീക്ഷ എഴുതാനൊന്നും വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടാ. കാരണം ഇത് പരീക്ഷ ഒരു ദിവസത്തിൽ നടക്കണ. ഒരു എന്താ പറയാ 5 വർക്കിംഗ് ഡേയ്സില് പരീക്ഷ ഉണ്ട്. അതെ, ടോൾ ടോൾ ഇത് കൊണ്ടാള് ഇടിപ്പിക്കും. ഇപ്പൊ തന്നെ മറ്റേ സെൻസർ മറ്റേ സാധനം ഇട്ട് ഒരക്കണത് 4 ഒരാള് അത് കാണിച്ചാൽ ഞാൻ നോക്കുമ്പോ ഇതുമാതിരി കോല് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും ചായക്കട എന്തായാലും കണ്ടുകഴിഞ്ഞാൽ നിർത്തിയിട്ട് ചായ കുടിക്കണം. അവിടെ ഒരു ചായ കുടി ഉണ്ടായിരുന്നു. അടുത്ത ചായക്കട നോക്കാം. ഇപ്പൊ സമയത്തായി 10 മണിയാ, 10:15 സംതിങ്. സൂപ്പർ. അപ്പൊ ഇന്ന കാലത്ത് അപ്പന് വയ്യാണ്ടായി. ചെറുതായിട്ടൊരു ഇന്ന കാലത്ത് എന്റെ വശം കുറച്ച് വെള്ളം കൂടി കുറവായിരുന്നു കുറച്ചാളത്തിന്റെ. അതിന്റെ പ്രോബ്ലംസ് വന്നു. ഇപ്പൊ റെഡി വരുന്നുണ്ട്. ഇപ്പൊ അപ്പനെ ഞാൻ നിരത്തിരുത്തി വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുക. ഇന്ന കാലത്ത് ഇത് കണ്ട കാലത്ത് എന്റെ അപ്പ പറയാ ഞാൻ മരിക്കുള്ളൂന്ന്. ഞാൻ മരിക്കുന്നൊക്കെ. നല്ല വേന ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാണ്ട് അടിവയറിന്റെ അവിടെ വേന എടുത്തിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ആണ് അത്. അപ്പൊ അപ്പന്റെ ഡയലോഗാണ് ഞാൻ മരിക്കുള്ളൂന്നൊക്കെ ഓടിട്ടിട്ട്. ഞാൻ മരിക്കും. അപ്പൊ ഞാൻ അപ്പന്റെ അടുത്ത് തന്നെ പറഞ്ഞറിയോ, യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ട് മരിക്കണ ആദ്യത്തെ ആള് അപ്പൂസായിരിക്കുന്നത്. സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ ആള്. പേടിയായിട്ടാ ഞാൻ ആദ്യമായിട്ട് വന്നതോ. ഞാൻ അത്ര വെള്ളം കുടിക്കുന്ന ആളാണ്. ഇപ്പൊ ചോദിച്ചാ മതി. ഞാൻ വീട്ടിലൊക്കെ കുപ്പി കുടിച്ചു. പക്ഷെ ഈ ആഴ്ചയില് കഴിഞ്ഞ ആഴ്ച ഇവൻ ജിമ്മിന് ചേർന്നു. കഴിഞ്ഞപ്പോ ആ ജിമ്മില് ഇവന് ഒന്നാമത് കുറച്ച് ഹൈഡ്രേറ്റ് ആവണ ആളെ. അതെ. അപ്പൊ ആ ജിമ്മിന് ചേർന്ന് കഴിഞ്ഞപ്പോ കുറച്ചും കൂടിയും വെള്ളം ബോഡിന്ന് പോയിട്ടുണ്ട്. ആ സമയത്ത് 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പനി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്താണെന്നുണ്ടെങ്കിൽ ജിമ്മിന് പോകുമ്പോ ബോഡി റിയാക്ട് ചെയ്യില്ലോ. ആ സമയത്ത് എന്തായാലും മേലുവേനയും പനിയൊക്കെ ചിലപ്പോ വരാറുണ്ട്. അതാന്ന് വിചാരിച്ചത്. ഇങ്ങോരുടെ ബോഡിയിൽ നിന്ന് വെള്ളം പോയിട്ടാണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ള സംഭവം വന്ന കാരണമാണ് പനി വന്നേ. അപ്പൊ തൊട്ട് അവന് അടിഭാഗം വയറുവേന വരുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇവൻ പുള്ളപ്പൊക്കെ അടിക്കിപ്പിച്ച കാരണം, പുള്ളപ്പ് അടിച്ച കാരണം വയറും ഇങ്ങനെ ബലം പിടിച്ച് ചെയ്ത കാരണമായിരിക്കും ഞാൻ വിചാരിച്ചേ. പക്ഷെ അത് പറഞ്ഞപ്പോ ഞാൻ പുള്ളപ്പ് പറഞ്ഞിട്ട് ഫുൾ സ്റ്റാക്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ അടിക്കണേ. ഞാൻ വെറുതെ ഇങ്ങനെ പുഷ്പം പോലെ പോന്ന വെയിറ്റ് എന്നെ അടിച്ച് കയറ്റണേ. ഞാൻ അതാലോചിക്കണേ അങ്ങനെ ഇങ്ങനെ അടിപൊളിച്ചിരിക്കുവല്ല. പിന്നെ ഇപ്പൊ മനസ്സിലായി എല്ലാം. ഇപ്പൊ കാലത്ത് എന്നിട്ട് ആള് പറഞ്ഞപ്പോ ഞാൻ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. വേണ്ട അപ്പൊ ഹായ്. നിനക്ക് ക്യാമറ അങ്ങോട്ട് തിരിച്ചാ പോരണ പൊട്ട. സോറി. കണ്ട അവിടെ നല്ല കാടേ ഉലകം. അപ്പൊ അങ്ങനെ എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇപ്പൊ വെള്ളം കുടിച്ച് വന്നപ്പോഴാണ് അപ്പൂസ് സംസാരിക്കാറായത്. ഇത്ര നേരം ഊമയായിരുന്നു. ഓരെ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോ അപ്പൊ ഒപ്പം ചാടും. അതേപോലെ ഇപ്പൊ ഒരു ചായ അല്ല തിന്നാൻ തരുവാ. കാരണം ഞാൻ രാവിലെ വെള്ളം കുറെ കുടിച്ചു. ബ്രെഡ് ആകെ ഒരു 3 കഴിച്ചോളൂ. എന്നിട്ട് ഇപ്പൊ വിശക്കണില്ല. വയറിൽ ഫുള്ള് വെള്ളമായതുകൊണ്ട്. പക്ഷെ അങ്ങനെ എനർജി പോയി. അതായത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ എടുക്കണേ. അത് എന്ന് എനിക്ക് നിൽക്കുമ്പോഴേക്കും പവർ ഓഫ്. ബാറ്ററിയിലോ സ്റ്റാമിന ഇല്ല. അല്ല ഞാൻ വേറൊന്നല്ല, പരമശിവത്തിന്റെ സ്ഥലത്ത് കേസ് അടിസക്ക. ഇത് വീണ്ടും
വാളയാർ പരമേശ്വരന്റെ സ്ഥലത്ത് നീ വേണമെങ്കിൽ കുറിച്ചിട്ടോ. നാളെ ഉച്ചക്ക് 4 മണി. ഇന്ന് 12 മണി 12 മണിയൊന്നല്ല, 11 3 മുതൽ 4 വരെയുള്ള സമയം ഉണ്ടെങ്കിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ സ്പിരിറ്റുകൾ ഞാൻ കടത്തായിരിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ച് തടയാൻ നോക്ക്. ആ സാധനം ദാസേട്ടൻ കോഴിക്കോട് നമ്മുടെ ഇന്റർവ്യൂല് അലക്കിണ്ട് പൊന്നിനോട് അലക്കിണ്ട് സാധനം. മോനെ സെയിം സാധനമായിരുന്നു ആള്. ഈ ഭാഗത്ത് പാട്ടുകളായിരിക്കും. അപ്പൊ ഇപ്പൊ ഓണായി വന്നതാ, അല്ലെങ്കിൽ അതിപ്പോ ഓഫ് ആവും. അല്ല വേറൊന്നല്ല, ഇപ്പൊ ഓണായില്ല എന്നുണ്ടെങ്കിൽ അവിടെ എക്സാമിന് എത്തുമ്പോ നല്ല കോമഡി ആയിരിക്കും. കോമഡി ആയിട്ടില്ല. ഓണായില്ലെങ്കിൽ നാളെ വിഷു. ആ ട്രെയിനിന്റെ വഴിയെ. അപ്പൊ ഇത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം ഇന്ന് തൊട്ട് അടുത്ത ഈ വെള്ളിയാഴ്ച വരാം, ഇപ്പൊ ഏത് ദിവസം വേണേലും വരാം. എന്നിട്ട് പോയിട്ട് എക്സാം എഴുതാം എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഏട്ട ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു ദിവസം വേണം, തിരിച്ചു പോകാനും ഒരു ദിവസം. അതുകൊണ്ടാണ് തിങ്കളാഴ്ച എടുത്തത്. അപ്പൊ ഞായറാഴ്ച നമ്മളിവിടെ എത്തി പരിപാടികൾ ചെയ്യാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. എന്ത് ലോട്ടറി ടിക്കറ്റിന്റെ കളിയാണല്ലോ കാണിച്ചത്. ലോട്ടറിയുടെ ആൾക്കാര്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറി ഇത് മൊത്തം ലോട്ടറിക്കാരാണല്ലോ. ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ ആൾക്കാർ മേടിക്കും? എത്ര ഞാൻ ലോട്ടറി കൊണ്ടുപോയി ലോട്ടറി ആണോ? ഇതേ അവിടെ അപ്പൊ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ വിൽക്ക? ആൾക്കാരെങ്ങനെ മേടിക്കും ഇത്രയധികം കണ്ടു കഴിഞ്ഞാൽ? അടുപ്പിച്ച് അതിന്റെ ഇടയില് ലോറിന്റെ ബാക്കിൽ ഇത് ഇവിടെ അടുത്തത് ലോറി വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അതാണോ? ലോട്ടറി അല്ല, ലോറിക്കാര് നിർത്തില്ലടാ. ഞാൻ അതല്ല പറഞ്ഞേ. വാളയാർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞേ, ട്രെയിനിന്റെ സംഭവം വഴി വീണ്ടും ലോട്ടറി. നിറച്ച് ലോട്ടറിക്കാര് ഇത് ഓടുന്നില്ലടാ. വഴിയൊക്കെ തെറ്റിപ്പോയി. നമ്മള് തമിഴ്നാടൊക്കെ വേറെ വല്ല സ്ഥലത്തെത്തും. കോയമ്പത്തൂർ ബജ്ജി വിൽക്കാൻ വെച്ച പോലെ ലോട്ടറി കാണാൻ. ഞങ്ങള് ചായ കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിണ്ട് കേട്ടോ. ശ്രീ സായി ഭവൻ. 2 ചായ പറഞ്ഞിട്ടുണ്ട്, 2 പപ്സും പറഞ്ഞിട്ടുണ്ട്. എഗ് പപ്സ് 2 എഗ് പപ്സും 2 ചായയും. മുട്ട പപ്സ്. മുറിച്ചിട്ട് കറക്റ്റ് സെറ്റായിട്ട് തോന്നുന്നുണ്ട്. നല്ല സുഖമുണ്ട് ഇപ്പൊ. സുഖം കൂടല. മുറിച്ചറിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റും. മറ്റേത് ചൂടല്ലേ? എന്തല്ലേ ചൂടില്ലേ? നല്ല ഹോട്ടല് പോലെ ഒരു ബേക്കറിയാ ഉണ്ടോ? വലിയ ബേക്കറിയാ. ഹോട്ടലല്ലേ? വേറെ സൊല്ലാം. ഇത് ഒന്നും കൂടെ വേണ്ടി വരും. ഒന്നുകൂടെ ഇതാണോ തമിഴ എന്ന് പറഞ്ഞ എന്നെ കൂടി നാളെ വേണ്ടി. താങ്ക്സ്. ഇതിപ്പോ അടുത്ത സ്ഥാനം വന്നിട്ട് ഉപ്പിലെടുക്കുക ഒഴിക്കുക. ഇവിടുന്ന് 2 കുപ്പി മേടിക്കാം. അവിടെ എന്തായാലും നമുക്ക് അവിടെ നിന്ന് 4 കുപ്പി നിറച്ച് വരാലോ. ഫിൽറ്റർ ഉണ്ടല്ലോ. അമ്മേ കുറച്ച് കൂടിയതായിരുന്നു. അല്ല സോഫ്റ്റ് പപ്സാണ്. മസാലയും മുട്ടയും അവിടെ നല്ലുണ്ട്. കടലം പപ്സ് വേറൊന്നുമല്ലോ. കടലാൻ നല്ല ചൂടുണ്ട് പപ്സ്. നല്ല ചൂട് ഉള്ളില്. ഞാൻ അസുഖമാണോ? ഇപ്പൊ ചൂടൊന്നും ഇല്ല. അയ്യോ കിടലാൻ. അമ്പ എന്താ സുഖം.
ഞങ്ങൾ ഇവിടെ സെറ്റായി 2 ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടുണ്ട്. അമ്പോ പോളോ ഓ മോഡിഫൈഡ് GTI ഇതാണ് കേട്ടോ ഭോജനശാല. അപ്പൊ ഇനി പോവാ. തുടരും ഉണ്ട് ഗൈസ് ഇവിടെ. ഈ വഴിയിലാണ് കഴിഞ്ഞ വട്ടം വന്നപ്പോ ഞങ്ങള് ബ്ലോക്കിൽ പെട്ടത്. ഇവിടെ മറ്റേ മോളിൽ കൂടെ റെയിൽവേ ക്രോസ് പോണതാ. പക്ഷെ ഇന്ന് തിരക്കില്ല. അന്ന് സീനായിരുന്നു. ഇതിനിടെ കൂടെ ആൾക്കാർ നടന്നു പോയി ആ ഗ്യാപ്പിൽ കൂടെ. അപ്പൊ ഈ ആൾക്കാരനെ ആ കൂടെ ഒരു വണ്ടി പോകാനുള്ള വഴിയുള്ളത്. പിന്നെ തീർന്നു. അപ്പൊ ഞങ്ങളങ്ങനെ കോയമ്പത്തൂർക്കുള്ള മെയിൻ സ്ഥലത്തേക്കാണ് കടന്നു. ഞാൻ അങ്ങോട്ടേക്ക് ലോക്കൽ വഴി ഹൈവേ കഴിഞ്ഞു ഗൈസ്. ഇനി മൊത്തം അപ്പുന്റെ ഏരിയ. എന്നടാ അണ്ണാച്ചി പറയണല്ലേ. നിന്നെ അങ്ങോട്ട് അപ്പു വിളയാടുന്ന സ്ഥലം. വിളയാട് പാപ്പ വിളയാട്. ഇവിടെ കോയമ്പത്തൂര് പോലീസ് ഉണ്ട്. വിളയാട് വണ്ടിയുടെ ഈ ലോറിയുടെ മൂട് മാത്രം കിട്ടണു. നമുക്ക് കേരളം വിട്ട് ഇവിടേക്കൊക്കെ എത്തുമ്പോ എന്തൊരു ടാങ്കാ. അപ്പൊ കേരളം വിട്ട് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് കിടക്കുമ്പോഴേ നമ്മള് തമിഴ്നാട് എത്തി അങ്ങനെ ഒരു ഫീല് വരുന്നില്ലേ? വേറൊരു ഫീല്, വേറൊരു സ്ഥലത്തെത്തി എന്നുള്ള ഫീല്. കാരണം റോഡും വണ്ടികളും അതെ കാണുമ്പോ. കേരളത്തിന്റെ ഉള്ളിൽ അങ്ങനെ തോന്നില്ലല്ലേ? കേരളത്തിന്റെ ഉള്ളിലാണ് തോന്നില്ലേ? കോട്ടയം മറ്റേ കോട്ടയം കൊല്ലം അങ്ങനെയൊക്കെ പോകുമ്പോ ആ ഏരിയക്കൊക്കെ എത്തുമ്പോ നമുക്ക് നമ്മുടെ കേരളം നമ്മുടെ സ്ഥലം. പക്ഷെ ഇത് എന്ന് പറയണത് ഇങ്ങോട്ട് എത്തുമ്പോ സ്ഥലവും വീടും അമ്പലങ്ങളൊക്കെ കാണുമ്പോ ആകെ മൊത്തം മാറി. നമ്മളവിടുത്തെ അമ്പലങ്ങൾ മറ്റേ ഓടിട്ട പോലെ മിക്ക അമ്പലങ്ങളും അങ്ങനെ. അപ്പൊ നമുക്ക് ഓക്കെ ഇതെന്ന് പറഞ്ഞ രൂപങ്ങള് മറ്റേ ഗോപുരങ്ങള് പോലെ റോഡുകള് വണ്ടികള് ഡിസൈൻ ഒക്കെ വേറെ. ചൂടും മാറുന്നുണ്ടോ? നല്ല ചൂടും ഉള്ളിലേക്ക് നല്ല ചൂടടിക്കുന്നുണ്ട്. തൊട്ടൊക്കെ ചെറുതായിട്ട് ഹീറ്റായി വരുന്നുണ്ട്. ഇനി 1 മണിക്കൂറുണ്ട്. ആകെ കൂടി 20 കിലോമീറ്ററുള്ളൂ. 1 മണിക്കൂറൊക്കെ കാണിക്കണേ. അത് നമുക്ക് എക്സ്പെക്ട് ട്രാഫിക്കൊക്കെ ആവും. ഇവിടുത്തെ ആൾക്കാരെ കുറച്ച് ചെറിയ പ്രത്യേകത ഉണ്ട്. കുറച്ച് വെകളി ആയിട്ട് ആൾക്കാർ ചിലപ്പോ ഇടയ്ക്കൊക്കെ കയറും ബൈക്കും കൊണ്ട്. റോഡ് ഡ്രൈവേഴ്സ് ഒക്കെ പെട്ടെന്നൊക്കെ ആകും. അന്ന് നമ്മള് പോയിപ്പോ സൈഡിക്കോട്ടൊക്കെ പോണം. അത് നമ്മളെ ചീത്ത പറയും. ഊട്ടി പേരു നേരത്തെ കുറച്ച് ഫ്ലെക്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഇതെവിടെ ഉണ്ട് അമ്പലത്തിന്റെ ഫ്ലെക്സ്. കാണണോ അറിയില്ല. കാണണ്ട വേറെ വരുമ്പോ കാണിച്ചുതരാം. അത് ഫ്ലെക്സുകളുടെ എന്തൊരു പ്രത്യേകത മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ എന്ത് പരിപാടി ഉണ്ടായാലും ഇവിടുത്തെ മെയിൻ ഡാക്കള് അതായത് പൊളിറ്റീഷ്യൻസ് അവരുടെ ഫോട്ടോസൊക്കെ തലയൊക്കെ വെക്കും. മീൻസ് ഫ്ലെക്സിൽ കേട്ടോ. ഫ്ലെക്സില് അവരുടെ തല അവരുടെ ഫുൾ ഫിഗർ. പരിപാടിയെ കുറിച്ച് ഒന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് എഴുതിണ്ടാവും വിശിഷ്ട അതിഥി ടെക്സ്റ്റില് ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ലൂണകൾ ഇപ്പൊ ഞാൻ കൊറേ കണ്ടോണേ. കണ്ടോ ലൂണല്ല അതെന്താ പറയാ? അതന്നെ അങ്ങനത്തെ മോഡൽ വണ്ടികള് കൊറേ ഉണ്ട്. സാധനങ്ങള് TVSന്റെ സാധനങ്ങള് ഗ്യാസ് അത് ഓടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇല്ല അല്ലാന്ന് അത് ഓടിച്ചിട്ടില്ല. എനിക്കറിയാം നീ ഓടിച്ചിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞ ഓടിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ. സാധനം സുഖ സൈക്കിൾ പോണ പോലെ പോവാം. പക്ഷെ പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ചവിട്ടാം. മറ്റേ സാധനം അതന്നെ പെട്രോൾ കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടാം. സൈക്കിളല്ലേ പോയത് കണ്ടിട്ട് കൊതിയാണു. നൈസ് ഫീലിംഗ് ആ സാധനം. പിന്നെ വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാനുണ്ടോ? ഇവിടെ
കോളേജുകൾ എന്തേ വന്നോളെ കണ്ട ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. RX ഡ്യൂട്ടികളുണ്ട് ഗൈസ്. RX100 ഒക്കെ ഇത് കേരളത്തിനാണല്ലോ, മലപ്പുറം ഫുട്ബോൾ കളിച്ച് വരായിരിക്കും. മലപ്പുറത്തായ ഇവിടെ പഠിക്കണ പിള്ളേരുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഒരുപാട് പഠിക്കണ പിള്ളേർ. അത് കേരളത്തിലെ RX ആണെന്ന് കാണാണ്ട് പറയാൻ പറ്റും. അതെ, കാരണം വേറെ പണികളൊന്നും ഇല്ല ഇതില്. കളറൊക്കെ ബ്ലാക്ക്, ഡീസന്റ് ബ്ലാക്ക്, ഒറ്റ കളർ, പച്ചമഞ്ഞൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് നല്ല ട്രാഫിക് ഉണ്ടാവും കേട്ടോ. യെസ് ഗൈസ്, ട്രാഫിക്കുകൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഗൈസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബസ് സ്റ്റോപ്പ്. ഫ്ലക്സ് വരും, ഫ്ലക്സ് ആണ് മെയിൻ. മുഖ്യമാവില്ലേ. വാവ് ഗൈസ്, ഒരു എന്താ പറയാ വെള്ളം പോലത്തെ ഒരു സംഭവം. അപ്പൊ കുളിക്കാൻ വരാനുള്ള സ്ഥല തൊട്ടപ്പുറത്ത് മലനിരകൾ, അതിൻ്റെ അടിയില് സിറ്റി ബിൽഡിങ് ഒരു വ്യൂല്. ചെറുതായിട്ട് ഉക്കടം ഗാന്ധിപുരം, ഉക്കടം ഗാന്ധിപുരം ആ വഴിക്ക് പോയിട്ടിരിക്കുകയാണ്. ഉക്കടം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അടുത്തൂടെ. അങ്ങട് സുങ്കം, ഉക്കടം ടൗൺ ഹാള് സിംഗം അല്ല സുങ്കം. മറ്റേ ഹോണൊക്കെ ബ്ലോ ഹോണൊക്കെ ഉണ്ട്. എത്തണില്ലേ വഴി? ആകെ 14 കിലോമീറ്ററും ഉണ്ട്, 1 മണിക്കൂറൊക്കെ കാണിക്കുന്നത് മാത്രം. ഒപ്പങ്ങര വീതി സുങ്കം, ടൗൺ ഹാൾ സുങ്കം തൃച്ചി. ഒരു ലോഡ് ഇതന്നെ കൊറേ നേരമായി കാണുന്നു. ഓരോ ടോറമ്പിക്കാനാണോ? ആ വഴിയാട്ടോ സുങ്കം, ആ വഴിയാട്ടോ സുങ്കം, ഈ വഴിയാട്ടോ തൃച്ചി. പക്ഷെ ഇനി അങ്ങോട്ട് കട്ട ബ്ലോക്കടാ. റെഡ് ആയിട്ടാ എടുക്കണേ. അപ്പൊ താഴത്തേക്ക് ഇറങ്ങുമ്പോ മേ ബി ആൾക്കാരുടെ തിരക്കാനായിരിക്കാം. അടിയില് നല്ല തിരക്കുണ്ടാവും, വണ്ടീന്റെ ആവും. അടിയില് തിരക്കാ, നമ്മളടിയിലേക്ക് എത്തുമല്ലോ. അടിയില് മറ്റേ പരിപാടി നടക്കണ്ടല്ലോ, മാർക്കറ്റ്. മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ആൾക്കാര് നാളെ വാങ്ങിയാ ഒന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് പോവാം. അല്ലെങ്കിൽ അതെ സോറി, അവിടെ മാർക്കറ്റ്, മറ്റേ റോഡ് സൈഡ് മാർക്കറ്റും എല്ലാ സംഭവമുണ്ട്. തിരക്കല്ല, ബ്ലോക്കല്ല. അമ്പോ ആൾക്കാർ കണ്ടോ? ആൾക്കാർ ലോഡാൾക്കാർ. Continue on National Highway 948 for 1 kilometer. അമ്പലം, സെൻട്രൽ അമ്പലം വടക്കുന്നാഥന്റെ പോലെ കുഞ്ഞിത്. ഹോണടിയും ലഹളയും ബഹളാണല്ലോ. ഭയങ്കര എന്താ പറയാ നോയ്സ് ഏരിയ ആണ്. ഇവിടെ വേറൊരു അമ്പലം, ഗോപുരമൊക്കെ ഉള്ളത്. ഈ അടുത്ത അമ്പലം അമ്പലം എവിടെയൊക്കെ അമ്പലം പണിയാ വെക്കുന്ന അടിയില്ല. ഇവിടെ ചെറുത് അമ്പലം അല്ലല്ലേ? അമ്പലം തന്നെയാ, കുഞ്ഞമ്പലം മോളില്. അവസ്ഥ പിടിച്ചിട്ടാവും. നമ്മളവിടുത്തെ അച്ചായൻ ഗോൾഡ് പോലെ. അമ്പോ ഏത് വഴി കൂടെ പോണേ? ആണോ പഠിച്ചായിരുന്നെ? അത് ബാക്കില് ലോറി. ഇത് 1 വേ ഒന്നുണ്ടല്ലേ, കാരണം കുഴപ്പമില്ലേ. ഫുള്ള് തിരക്കാ. കുമാരൻ തങ്കമാളിക. കുമാരനല്ലടാ, കുമാരൻ സോറി, ശ്രീകുമാരൻ. കുമാരൻ സോറി തെറ്റുപറ്റി പോയി, ക്ഷമിക്കണം. മറ്റേ എന്നിട്ട് കാഞ്ചീപുരം ഹൗസ്. എന്നിട്ട് ഇതിന്റെ സെന്ററിലൊക്കെ പരിപാടി നടക്കണ്ട. പച്ചക്ക് കിട്ടിയിട്ടില്ല, പച്ച ടാർപ്പായ കിട്ടിയിട്ടുണ്ട്. വെയിൽ ചെയ്യാണ്ടിരിക്കാനാണോ?
സിഗ്നൽ വയലേഷൻ ഫൈൻ 500 രൂപ. പച്ച കത്തുമ്പോ പോകാൻ പാടുള്ളതാണ്. പച്ച കത്തുമ്പോ പോവാൻ നമുക്ക് പറ്റുമോ? അതിനാണോ അത്ര ആൾക്കാര് ധൃതി പിടിച്ച് പോണേ? മോനെ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ്. ഇവിടെ കണ്ട ആൾക്ക് തിരക്ക് ഇതാണ് തിരക്ക്. ഇതെന്നിട്ട് തങ്കമാളി മൊത്തം തങ്കമാളിലേക്കും പട്ടും ഫോട്ടോയും ഇതൊക്കെ തന്നെ. എന്റെ അമ്മ ഒരു ബിൽഡിംഗ് ഒരു കുമരൻ ചെന്നൈ സിൽക്സ് സാരിയൊക്കെ തൂക്കി പിടിച്ചിരിക്കണ മറ്റേ ഇത് ഫുള്ള് സിഗ്നല് വന്നുട്ടാ. ആ സിഗ്നലിന്റെ ഉള്ളിലേ വെയില് തട്ടാണ്ടിരിക്കാനടാ ഇതാണ്. സിഗ്നലിന്റെ അടിയിൽ നിൽക്കണ ബൈക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വെയില് തട്ടാണ്ടിരിക്കാനൊക്കെ വെച്ചുള്ള സംഭവമാണ്. സംഭവം കുഴപ്പമില്ലാകുമ്പോ ഐഡിയാസ്, ചെറുകിട ഐഡിയാസ്. അതെ. അപ്പൊ ഞങ്ങൾ എത്താറായി 13 കിലോമീറ്റർ ഉണ്ട് കണ്ട. 38 മിനിറ്റ് 13 കിലോമീറ്റർ.